വളരെ സന്തോഷത്തോടെ ദൈവത്തിനായിരിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ശക്തമായ ദൂതാണ് നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാ ദൈവമാണ്. ഈ സഭയ്ക്കൊരു ഭാവിയുണ്ട്, ഇവിടേക്കും ദൈവമക്കൾക്കൊരു ഭാവിയുണ്ട്. യു ആർ എ ബ്ലെസ്സഡ് ചർച്ച്. നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇന്നൊരു ഉച്ചയ്ക്കും മറക്കരുത്, ഇന്ന് ഉച്ചയ്ക്കും മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ആ സാക്ഷി പറയാൻ താല്പര്യപ്പെടുക, എല്ലാം കൂടെ ഒരിടത്ത് കൊടുക്കണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് യോസഫിൻ്റെ ഫ്രൂട്ട്ഫുൾനെസ്, യോസഫിന്മേലുള്ള ഫലപുഷ്ടിയുടെ അഭിഷേകം. ദ ഫ്രൂട്ട്ഫുൾനെസ്, അനോയിന്റിങ് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ് ഓൺ ജോസഫ്. ഇന്ന് പകൽക്ക് ജോസഫിനെ ഫലപുഷ്ടിയാക്കി മാറ്റാൻ കരിഞ്ഞ ദൈവം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് അതിൻ്റെ 3-4 കാര്യങ്ങൾ ഒന്ന് പറയാൻ താല്പര്യപ്പെടുന്ന എൻ്റെ ചിന്ത എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് തോന്നുന്ന 2 മെസ്സേജെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് ലഭിക്കും ടെലിവിഷന് വേണ്ടി. സ്തോത്രം. വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 49, 22 to 26. ഓക്കെ, ശ്രദ്ധിക്കണമേ. വില്ലാളന്മാർ അവനെ ആക്രമിച്ചു, വളരെ മുറിപ്പെടുത്തി, വളരെ ആക്രമിച്ചു. എന്നാലും അവൻ ഫലപുഷ്ടിയുള്ളവൻ. ഈ പുറത്തുനിന്ന് വരുന്നതും ദൈവം അഭിഷേകത്തോട് തരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പുറത്തുനിന്നുള്ളതാണെങ്കിൽ പ്രശ്നം വരുമ്പോൾ വാടിപ്പോകും. പരിശുദ്ധാത്മാവ് അഭിഷേകത്തോട് തന്നതാണെങ്കിൽ പ്രശ്നത്തിന് നടുക്കും അഭിഷേകം നിലനിൽക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം ഒരു 99% ഞാൻ പറഞ്ഞു വിടുകയാണ്. ലഭിച്ചൊന്നും ഞാൻ ശ്രമിച്ചതോ ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവത്തിന് അഭിഷേകത്തിൽ കൂടെ വന്നതായതുകൊണ്ട് ഞാൻ വിളിച്ചു പോട്ടെ, ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും അത് നിലനിൽക്കും. അതാണ് അഭിഷേകത്തിന് പ്രത്യേകത. ഇന്ന് പകൽക്കാലം ദൈവം ഒരിക്കൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞത്, നിനക്ക് വേണേൽ ഞാൻ സമ്പത്ത് തരാം, ഐ ക്യാൻ ഗിവ് യു വെൽത്ത്. എന്നാൽ ആവർത്തനം 8:18 പറയുന്ന സമ്പത്തുണ്ടാക്കുന്ന ശക്തി ഞാൻ നിനക്ക് തരും. ഐ വിൽ ഗിവ് യു ദ പവർ ടു മേക്ക് വെൽത്ത്. വെൽത്ത് വേണം കിട്ടും. ഇന്ന് നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് വെൽത്ത് വേണോ അതോ വെൽത്ത് ഉണ്ടാക്കുന്ന പവർ വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കയറി പവറിനെ പിടിച്ചോണം. സ്തോത്രം. കാര്യം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് വെള്ളത്തിനകത്തിട്ടാലും ഈ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാൻ ദൈവം ഇവിടെ ചിലരുടെ മേൽ കൊടുക്കാൻ പോകുന്നത് ഫലപുഷ്ടിയുടെ ഒരു ബ്ലെസ്സിങ് അല്ല, ഫലപുഷ്ടിയുടെ ഒരു അഭിഷേകം ദൈവം കൊടുക്കാൻ പോകുകയാണ്. അങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് നിലനിൽക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ശബ്ദമുയർത്തി ഒരു ആമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽക്കാലം ടാമിയുടെ മേൽ വ്യാപരിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ബ്ലെസ്സിങ് അല്ല, ഒരു ഓർഗനൈസേഷൻ അനോയിന്റിങ് ആണ്. അതുകൊണ്ട് എത്ര വില്ല് വന്നാലും എത്ര അറ്റാക്ക് വന്നാലും നമ്മൾ ഇത് കഴിയുമ്പോൾ വർധനവുണ്ടായിട്ടേ ഉള്ളൂ. അതിനേക്കാളും കഴിഞ്ഞ വർഷത്തെക്കാളും വർധനവുണ്ടാകും. ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമത്തിൽ കൂടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കൂടെ പോയ വർഷമാണ് ഈ വർഷം. എല്ലാം കൊണ്ടും ഞാൻ പ്രതികൂലത്തിൽ കൂടെ പോയ വർഷമാണ് ഈ വർഷം. പക്ഷെ ഈ വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ സഭകൾ ആഡ് ചെയ്യപ്പെട്ടത്.
കാനഡയിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് മൂവ് ഉണ്ടായത്, സിറ്റിയെ തൊടുന്ന ശക്തി ദൈവം വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് സാഹചര്യം അനുകൂലമാകുമ്പോൾ മാത്രം തിളങ്ങുന്ന ഒരു ഫലപുഷ്ടിയല്ല, ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും നിലനിൽക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ ഫലപുഷ്ടിയുള്ള ദൈവമക്കൾ മാത്രം ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാട്ട് അതാണ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. സ്വോത്രം സ്വോത്രം സ്വോത്രം. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒരാൾ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ആമീൻ ഫലപുഷ്ടിയുടെ അഭിഷേകമാണ്. അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? നിങ്ങൾ പറഞ്ഞ അർത്ഥം എന്താ അറിയാമോ? ഏത് സാഹചര്യത്തിലും ലോകം മൊത്തം പാടിയിരുന്നാൽ നിങ്ങൾ ഇങ്ങനെ ഫലപുഷ്ടിയോടെ ഇരിക്കും. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിശാച് കേൾക്കത്തക്ക രീതിയിൽ ഒരു ആമീൻ പറഞ്ഞാട്ടെ. സ്വോത്രം സ്വോത്രം. 2, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കാൻ തയ്യാറാണോ? അഭിഷേകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായി അതില്ലായിരുന്നു. കമോൺ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇടയിൽ പഠിത്തമുള്ള ചില പുള്ളികളെ വിളിച്ചു. തെറ്റ് പഠിക്കും എല്ലാ പിള്ളേരും പഠിച്ചോണം. സ്വോത്രം സ്വോത്രം. ഇനി എൻ്റെ വാക്കും പറഞ്ഞിട്ട് അൻസംഭാഷ അങ്ങനെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കരുത്. പഠിച്ചോണ്ടിരിക്കണം. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ചിലരോട് പറഞ്ഞു, എടാ എഞ്ചിനീയറായ നിനക്കൊരു കുഴപ്പമുണ്ട്. അച്ഛൻ നിൻ്റെ എഞ്ചിനീയർ ഒരു ഇംപെഡിമെൻറ്റാണ്. കാര്യം നീ എത്ര ചിന്തിച്ചാലും അപ്പുറം ചിന്തിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. നീ ഒരു ഡോക്ടർ അല്ലെ, നീ ഒരു എന്താ പറഞ്ഞേ, ഇന്ന പഠിത്ത മാസ്റ്റേഴ്സ് എടുത്ത് അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പരിമിതിയില്ല. എനിക്ക് എഞ്ചിനീയറായിട്ട് ചിന്തിക്കാം, ഡോക്ടറായിട്ട് ചിന്തിക്കാം, എന്തായിട്ട് ചിന്തിക്കാം. കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്നത് പഠിത്തത്തെ ബേസ് ചെയ്തുള്ളതല്ല, അഭിഷേകത്തെ ബേസ്. സ്വോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ കഴിഞ്ഞ ദിവസം ചിലരോട് പറഞ്ഞു, പോയിന്റ് ഓഫ് റെഫറൻസ് ചിലർക്കാണെ ചിലത് ഉള്ളത് കൊണ്ട് അതിനെ ബേസ് ചെയ്ത പ്ലാൻ മൊത്തം. ഞാൻ പറഞ്ഞു, എനിക്ക് 100 മില്യൺ പ്ലാൻ ചിന്തിക്കുന്ന ഒരു ഡൗട്ടും ഇല്ല. കാരണം എൻ്റെ ജോലിയെ ബേസ് ചെയ്തല്ല, എൻ്റെ പഠിത്തത്തെ ബേസ് ചെയ്തല്ല, എൻ്റെ കഴിവിനെ ബേസ് ചെയ്തല്ല, കർത്താവിൽ ബേസ് ചെയ്ത. പിന്നെ എന്തിനാ പരിമിതി? അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ദൈവം ഇന്ന് പകൽക്കാലം അഭിഷേകം കൊണ്ട് വരുന്നൊരു വർധനം. എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം കരങ്ങൾ ഉയർത്തിയോ ശബ്ദം ഉയർത്തിയോ സ്വോത്രം സ്വോത്രം. അഭിഷേകം കൊണ്ടുവരുന്ന വർദ്ധം. അപ്പോൾ ഓർത്തോണമേ, അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്ന അറിയത്തില്ല. തുടക്കം വളരെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആരും മിണ്ടുന്നില്ലോ. ഇനി ഇവന്റെ തുടക്കം ഒന്ന് ഓർത്ത് നോക്കേ. ഇവന്റെ അപ്പന് 2 ഭാര്യമാരാ. ഒന്ന് ലിയ ആണെങ്കിൽ, ക്ഷമിക്കണേ പദം മലയാളത്തിൽ തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം, ഞാൻ ഇത് ആവർത്തിക്കത്തില്ല. ഈ മൊയൽ പെറ്റ് പേറുന്ന പോലെ പേറുക അവള്. സ്വോത്രം. അവിടെ ഒരു വാക്കുണ്ട്, 4ാമത്തെ പറഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. സ്വോത്രം. അപ്പോഴാണ് അവളെ യഹൂദ എന്നൊരു വിളിച്ചു. കാരണം ബ്രേക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ റൂബൻ, ഷിമിയൻ, ലീവായി, യൂദ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. റേച്ചലാണെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹമുള്ള പത്നിയാണ്, ഒന്നുപോലും ഇല്ല. സ്വോത്രം. ഓർത്തണമേ, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്ഫുൾനെസ് നിൽക്കുന്ന മനുഷ്യന്റെ തുടക്കം സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന അനുഗ്രഹം പോലെ ഇവൾക്കില്ല. അവിടുന്നാണ് ദൈവം വിളിച്ചത്. ഇന്ന് പകൽക്കാലം ഏറ്റവും വലിയ നെഗറ്റീവ് സിറ്റുവേഷനെ ചൂണ്ടിക്കൊണ്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ മാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ യെസ്, ഹല്ലേലൂയ. ഞങ്ങളുടെ ബാംഗ്ലൂർ ചർച്ചിൽ എഴുന്നേറ്റ ശുശ്രൂഷമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വലിപ്പം കുറവും ഏറ്റവും കൂടുതൽ ഒരു ഓർഗനൈസേഷൻ നടത്താൻ കഴിവില്ലാത്ത വ്യക്തിയും കൂടെ ആയിരുന്നു ഞാൻ. സ്തോത്രം. ഞാൻ എപ്പോഴും പറഞ്ഞാണ് എനിക്ക് പറ്റത്തില്ല. അന്ന് നമുക്ക് ടാമി എന്ന് പറഞ്ഞ ഒരു സംഘടന ഇല്ല, 5-6 കുടുംബങ്ങൾ, അതുപോലും നീ നയിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് വിചാരിച്ച വ്യക്തിയല്ല. പക്ഷെ ഇന്ന് പൽക്കാലം ഏറ്റവും ഉണങ്ങിയ അവസ്ഥയെ കണ്ടുകൊണ്ട് എൻ്റെ യേശു ഒരു വാക്ക് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, പേര്
സ്വാഭാവികമായുള്ള ലിയെന്നല്ല, പേറുപോലും സ്വാഭാവികമായി ഇല്ലാത്ത റേച്ചലിനകത്തുനിന്ന് ദൈവം തുറക്കുക. രാജ്യങ്ങളെ ബ്ലെസ് ചെയ്യുന്നവൻ. എന്നെ ദൈവം ഡിസംബർ മാസം ഇവിടെ എത്തിച്ചത് 2020 നിങ്ങൾക്ക് സ്വാഭാവികമായി ഇല്ലാത്ത ഒരഭിഷേകം ദൈവം ചിലമേൽ അയക്കാൻ പോകുക. വിശ്വ ദൈവമക്കൾ മാത്രം കൈകൾ അടിച്ചോ, ശബ്ദം ഉയർത്തിയോ. ഓ സ്തോത്രം, സ്തോത്രം. ഇനി ഓർത്തോണേ, ഞാൻ ഒന്ന് റേച്ചലിലോട്ട് വരട്ടെ. അവിടെ ആണല്ലോ തുടങ്ങുന്ന യോസേഫിന്റെ ചരിത്രം. 30:22 മുതൽ ഉൽപ്പത്തിൽ തന്നെയാണ്. 30:22 വരെ. ഓ അത്രയും മതി. തുടക്കം എവിടെന്നറിയാമോ? ദൈവം ഒന്ന് ഓർക്കും എന്ന് വെച്ചാൽ ദൈവത്തിന് മറവി ഉണ്ടായെന്നല്ല. ഓർമ്മ എന്ന വാക്കിന്റെ അർത്ഥം ചെയ്യാൻ സമയമാകുമ്പോൾ നീ ദൈവത്തിന് മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടും. ദൈവത്തിന് ഓർമ്മ വരും. ഇന്ന് പൽക്കാലം എൻ്റെ ഉള്ളം പറയുന്നു, 2019 കഴിയുന്നതിന് മുമ്പേ ചില വ്യക്തികളെ ദൈവം ഒന്ന് ഓർക്കെന്തറിയാമോ? എന്തോ ദൈവം ചെയ്യാൻ പോകുക. ഇതെനിക്കുള്ള ദൂത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ഗോഡ് റിമെമ്പേർഡ് റേച്ചൽ. വായിച്ചോ. ഓർത്തു, വായിച്ചോ. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ ഏറ്റവും വലിയ ഫലപുഷ്ടിയുള്ള ചെറുപ്പക്കാരൻ, ഫലപുഷ്ടിയുടെ അടയാളമായി വേദപുസ്തകത്തിൽ പറഞ്ഞ യോസഫ് പുറത്തു വരുന്നത് നിന്ദിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നാണ്. ഇന്ന് പലക്കെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം എന്തോ ചെയ്യാൻ പോകുക. അതിൻ്റെ അർത്ഥം എന്തറിയാമോ? ഇത് നടക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും പറഞ്ഞ നിന്ന ദൈവം ഉരുട്ടി മാറ്റും. കമോൺ, മിനിസ്ട്രി മേൽ വന്ന നിന്ന ആൾക്കാർ പറഞ്ഞ പരിമിതികൾ ദൈവം പൊളിച്ചു മാറ്റാൻ പോകുക. വിശ്വസൈവ മക്കൾ ശബ്ദം ഉയർത്തി രാമീം പറഞ്ഞാട്ടെ. ഇനി 2 വാക്കുകൾ അവിടെ ഉണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുക. വായിച്ചാട്ടെ. യോസഫ് എന്ന വാക്കിന്റെ അർത്ഥം അഡിഷൻ ആണ്, ആഡ് ചെയ്യപ്പെടും. ഇനി ഒരുത്തനും കൂടെ ദൈവം തരും. 2 വാക്കൊന്ന് പറഞ്ഞോട്ടെ. ദൈവം എന്തോ വലുത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആരും കേട്ടില്ല അത്. വലുത് നടക്കുമ്പോൾ പണ്ടത്തെ പോലെ സംസാരിക്കരുത്. യു ആർ ഇൻ ദ സീസൺ. പണ്ടത്തെ പോലെ സംസാരിക്കരുത് ബ്രദർ. സംസാരം മാറ്റണം. അവൾ പറഞ്ഞു ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ജോസഫിന്റെ വാക്ക് ആഡ് എന്നാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ജോസഫിന്റെ ജീവിതം ആഡിങ് അല്ലായിരുന്നു. സ്തോത്രം. ഇനിയും വേദപുസ്തകം നിങ്ങൾ ഉൽപ്പത്തി ആവർത്തനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ he had an anointing of multiplication. 1000 10,000. ഇതാണ് യോസഫിൽ അനോയിന്റിങ്. ഇന്ന് പലക്കെ നിങ്ങളുടെ മേൽ അഡിഷൻ എന്നുള്ള മാറ്റി ദൈവം മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റുന്നു. Oh, can I give a prophetic word? Come on, can I give a prophetic word? ഒരു പ്രവചന വാക്ക് പറയട്ടെ. 2019 വരെ അഡീഷനിൽ കടന്ന ചിലരെ ആരാണ്ട് ദൈവം 2020 മൾട്ടിപ്ലിക്കേഷനിലേക്ക് ദൈവം സഭകൾ മൾട്ടിപ്ലൈ ആകാൻ പോകുക. മിനിസ്ട്രികൾ മൾട്ടിപ്ലൈ ആകാൻ പോകുക. സാമ്പത്തികം മൾട്ടിപ്ലൈ ആകാൻ പോകുക. ശുശ്രൂഷ മൾട്ടിപ്ലൈ ആകാൻ പോകുക. ഇത് വിശ്വസൈവ മക്കൾ ആരെങ്കിലും ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാട്ട്. കൈകൾ അടിച്ചോ, ശബ്ദം ഉയർത്തിയോ. മൾട്ടിപ്ലിക്കേഷൻ അനോയിന്റിങ്. അമ്മയെ അപ്പനെ അഡിഷൻ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ പല സഭകൾ കണ്ടു, ക്ഷമിക്കണമേ, അത് നമുക്കില്ല. തുടങ്ങുന്ന അഡീഷൻ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഡിവിഷന് നിൽക്കും. സ്വത്രം. പക്ഷേ നിങ്ങളുടെ ജീവിതം അങ്ങനല്ല. പാസ്റ്റർ ആരും എന്നെ കണക്കിൽ സഹായിച്ചട്ടെ. 3 വർഷം കൊണ്ട് 1 1 1 എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. സ്തോത്രം. അല്ലെങ്കിൽ 2 2 2 ആഡ് ചെയ്തു. 2 1 വർഷം, അടുത്ത വർഷം 2, എല്ലാം കൂടെ 6. സ്തോത്രം. മൾട്ടിപ്ലൈ ആണെങ്കിലോ 2 × 2 4 × 2 8 പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റേറ്റ് അങ്ങ് മാറും. സ്വത്രം. ബൈബിളിൽ പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 9 പറഞ്ഞിരിക്കുന്ന സഭകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ജോസഫിൻ അനോയിന്റിങ്
നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അഡിഷൻ മാറി. ഇത് റിസീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ഒരു ആമീൻ പറയാൻ തയ്യാറാണ്. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ ശുശ്രൂഷ മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങളുടെ സ്റ്റാഫുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങളുടെ സഭകൾ മൾട്ടിപ്ലൈ ചെയ്യുക, സാമ്പത്തിക വിഷയങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് പോലും പരിമിതി വെക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ വെക്കുമ്പോൾ മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ശൂന്യത എന്ന് ആരംഭിച്ചോടമേൽ ഈ അഭിഷേകം ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറുമെന്ന് വിശ്വസ മക്കൾ മാത്രം വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞാട്ടെ. മൾട്ടിപ്ലിക്കേഷൻ. സ്തോത്രം, ആമീൻ. പക്ഷെ ഇവൾ ഒരു പൊട്ടത്തരം പറഞ്ഞു. ഇവൾ ആ സീസണിൽ പറയുകയാണ്, ഗോഡ് വിൽ ആഡ് വൺ മോർ സൺ ടു മീ. എൻ്റെ പൊന്നു റേച്ചലേ, ഒരു മൂവ് ആരംഭിച്ചപ്പോൾ എന്തിനങ്ങനെ പറഞ്ഞത്? ഒന്നും കൂടെ ആഡ് ചെയ്യുമെന്ന്. എന്താ 2 ആക്കാഞ്ഞത്? എന്താ 10 ആക്കാഞ്ഞത്? അവൾ പറഞ്ഞു ഒന്നും കൂടെ ആഡ് ചെയ്യും. ശരിയാ, ഒന്നും കൂടെ വന്നപ്പോൾ കുഞ്ഞ് ജനിച്ചു, അപ്പം തട്ടിപ്പോയി. ബെഞ്ചമിൻ ജനിച്ചു, അമ്മ മരിച്ചു. കാരണം അവൾ പറഞ്ഞതാ ഒന്നും കൂടെ ആഡ് ചെയ്യുമെന്ന്. ഇന്ന് പകൽക്കാൻ നിന്റെ മേൽ സീസൺ വരുമ്പോൾ വിളിച്ചു പറയണം, കണ്ണ് കണ്ടിട്ടില്ല, do not limit my God. ഈ പകൽക്കാലം അത് ആഗ്രഹിക്കുന്നത് എന്തോ ഒരു പുതിയ സീസൺ ഇവിടെ ആരംഭിക്കുക. രാജ്യങ്ങൾ തുറക്കപ്പെടും, പട്ടണങ്ങൾ തുറക്കപ്പെടും, ഓഫീസുകൾ തുറക്കപ്പെടും. നിങ്ങൾ പരിമിതി ചെയ്യരുത്. എനിക്ക് പരിമിതി ഇല്ലെന്ന് പറഞ്ഞ ദൈവമക്കൾ മാത്രം ഒന്ന് ശബ്ദം ഉയർത്തി കൈകൾ അടിച്ച് ദൈവത്തിന് സ്തുതി കൊടുത്താട്ടെ. The limitation has to break. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മൾട്ടിപ്ലിക്കേഷൻ റിലീസ് ചെയ്യുക. ഇവൾ അവിടുന്ന് ഒറ്റ വാക്ക് ഒന്നും കൂടെ കിട്ടുമെന്ന്. ചിലപ്പോൾ കഷ്ടിച്ചൊരു വീട് പണിഞ്ഞിട്ട് പണി നിർത്തിയാൽ ശരിയാ, കഷ്ടിച്ച് വീട് പണി, കഷ്ടിച്ച് കുഞ്ഞുങ്ങളൊന്ന് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പണി നിർത്തിയാൽ മതി. കഷ്ടിച്ച് പഠിപ്പിക്കും. നീ പറഞ്ഞ വാക്ക എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നേ. ഇതിൻ്റെ അകത്ത് ചിലര് സാഹചര്യം എത്ര മോശമാണെങ്കിലും ദൈവമേ എൻ്റെ ഭാഗത്തുനിന്ന് പാത്രം തീർന്നു പോയെന്ന് ഞാൻ പറയത്തില്ല. കമോൺ, വലുതായി ഒഴിക്കാൻ പോകുക. ഇതിന്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരാളുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ഒരു ടെസ്റ്റ് മണിയാക്കി മാറ്റിക്കാട്ടെ, ടെസ്റ്റ് മണിയാക്കി മാറ്റിക്കാട്ടെ. കർത്താവേ, പരിമിതിയില്ല, പരിമിതിയില്ല, പരിമിതിയില്ല. എൻ്റെ ശുശ്രൂഷയ്ക്ക് പരിമിതിയില്ല, എൻ്റെ മിനിസ്ട്രിക്ക് പരിമിതിയില്ല, എൻ്റെ സഭകൾക്ക് പരിമിതിയില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 31 വർഷമായി ശുശ്രൂഷ ആരംഭിച്ചിട്ട്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ അവരിപ്പോഴും പറയും, എത്ര വലിയ ശുശ്രൂഷ അനുഭവിച്ചാലും കണ്ടാലും മിക്കവാറും ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന 0 ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല, 1% പോലും ആയിട്ടില്ല, 2% പോലും ആയിട്ടില്ല. ആമീൻ, സ്തോത്രം എന്നുള്ള ചിന്തയില്ല തുടങ്ങുന്നേ. കാരണം ദൈവം സമുദ്രം ഇട്ടപ്പോൾ ഞാൻ ബക്കറ്റിൻ്റെ അകത്ത് കോഴിയിട്ട് ബക്കറ്റിനെ ഒരു എന്താ പറഞ്ഞ ബക്കറ്റിൻ്റെ അകത്ത് ഒതുക്കി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം റേച്ചലേ ഒന്നല്ല, ഇതൊരു സീസൺ. ഇത്രയും നാളും കാത്തിരുന്നത് ഒന്നിനും കൂടെ അല്ല, ഒന്നും കൂടെ കിട്ടാനല്ല, ഇത്രയും നാളും കാത്തിരുന്ന ദൈവത്തിന്റെ വലുതെന്തോ നടക്കാനാ. എത്ര പേര് വിശ്വസിക്കുന്നു 2020 ദൈവനെ പ്രവേശിപ്പിക്കുന്നത് എന്തോ വലുതിനാന്ന്? വിശ്വദൈവ മക്കൾ മാത്രം ശബ്ദമുയർത്തി ശക്തിയോട് ഒരാമീൻ പറഞ്ഞാട്ടെ. അതിനാ കഷ്ടപ്പെട്ടത്. ആൾക്കാരും കൈ കൊടുത്ത് പറ, ഒന്നല്ല ബ്രദർ, ഒന്നല്ല. അടുത്തത് ഈ സൂപ്പർ നാച്ചുറൽ ഫേവർ. എല്ലാം പറയും സൂപ്പർ നാച്ചുറൽ ഫേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും
നിങ്ങൾ അവിടെ ഉയരും. എനിക്കിന്നുള്ളത് സാഹചര്യത്തെ നോക്കി റെസ്പോണ്ട് ചെയ്യുന്നവർ അവിടെ ഇരുന്നോട്ട്. എന്നാൽ അഭിഷേകത്തിൽ നടക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറ. എൻ്റെ സാഹചര്യം പാസ്റ്ററിന് അതൊക്കെ പറയാം എന്ന് പറയുന്നവർ അവിടെ ഇരുന്നോട്ട്. പക്ഷെ എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ നടക്കുമെന്ന് മക്കൾ മാത്രം ഉറക്കെ ആമീൻ പറഞ്ഞാട്ട്. സാഹചര്യമല്ല. ശ്രദ്ധിക്കണം, ഇവൻ ജനിച്ചപ്പം മുതൽ പ്രശ്നമാണ്. ജനിച്ചപ്പം മുതൽ കുറച്ച് കഴിഞ്ഞ് വളർന്നു തുടങ്ങിയപ്പോഴത്തേക്ക് അസൂയം തുടങ്ങി. സ്വത്രം. പക്ഷെ എന്നാൽ ഇവൻ ഏത് സാഹചര്യത്തിൽ കൂടെ ഇവൻ സെപ്പറേറ്റ് ആയിരിക്കും. സ്വത്രം. 12 പിള്ളേരുണ്ടെങ്കിലും അപ്പൻ കുപ്പായം ഉണ്ടാക്കുമ്പോൾ ഇവന് മാത്രമേ. ഇവനെ കൊണ്ട് പൊട്ടക്കൻ്റെ ഇടുമ്പോൾ അവിടുന്നും പൊങ്ങി വന്നു. സ്വത്രം. എന്നെ ഓർത്ത് വെക്കണേ, സ്ലേവായിട്ട് കൊണ്ടുപോയി വെറും അടിമയായിട്ട് ആ വീടിൻ്റെ മുതലാളിയായി മാറി. എനിക്ക് ഏറ്റവും ഇതാകുന്നത് ജയിലിൽ കൊണ്ടിട്ടപ്പോൾ ജയിലർ പറയാ, ചാവി എടുത്തോ, നീ ഇനി ഇതിൻ്റെ അവിടെ കള്ളനാലും ചാവി കൊടുക്കും. അവിടെ ജയിൽ പുള്ളി പറയാണ്, നീയാണ് ജയിലിൻ്റെ മൊത്തം. ലാസ്റ്റിൽ ഒന്നോർത്തേക്ക്, ഇയാളെ ഗവൺമെൻറ് വിളിക്കുമ്പോൾ ഇയാളുടെ നമ്മുടെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ അമേരിക്കയിലൊക്കെ ജീവിക്കുന്നവർക്കറിയാം, നമ്മുടെ എല്ലാം കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ നോക്കിയപ്പം ഒന്നാമത് അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള ഗ്രൂപ്പിൽപ്പെട്ടവനാണ് ഈ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. ഈ മിസ്രൈമുകാർക്ക് ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഈ ചോക്കെ വരിക്കുന്ന പോലെ ഒരിളക്കമുണ്ടാകും, ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ ഇവൻ്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അവൻ്റെ കുടുംബാതാ. സ്വത്രം. ഇവരേറ്റവും വെറുക്കുന്ന ഗ്രൂപ്പ്. 2 നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ചു പ്രായത്തിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇവൻ എന്താ പറഞ്ഞാൽ വിൽക്കപ്പെടുന്നു, സ്വന്തം കുടുംബത്തിൽ റിജക്റ്റഡ്. അപ്പോൾ അത് മാനസികമായി ഇവൻ എന്തൊക്കെയോ തകരാറുണ്ട്. സ്വത്രം. ഡിപ്രഷനിൽ കൂടെ പോകുന്നവനിലേക്ക്. 3 സ്ലേവായിട്ടുള്ള ജീവിതം. ലാസ്റ്റിൽ റേപ്പ് കുറ്റത്തിൽ അകത്ത് ജയിലിൽ പോകുന്നു. പുറത്ത് ലിസ്റ്റ് വായിക്കുക. 2 വർഷം ജയിലിൽ കിടന്നു. ലാസ്റ്റ് രാജാവ് നോക്കി പറയാ, ഇതിനേക്കാളും വലിയ ക്വാളിഫിക്കേഷൻ ഒരുത്തിനെ കിട്ടുമോന്ന്. അങ്ങനെ പറഞ്ഞത്, അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും മിടുക്കനെ ഒരുത്തിനെ കിട്ടുമോന്ന്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കയ്യിലെടുത്തുകൊണ്ട് നിങ്ങൾ തന്നെ പറയാം, കർത്താവേ ഇതൊന്ന് മാറ്റി കിട്ടിയാൽ മതി. അതിനെ കണ്ടുകൊണ്ട് അതാണ് ഈ ഗവൺമെൻറ് ഓഫീസിന് വേണ്ടിയെന്ന്. ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ഒരു അനോയിന്റിങ് വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ പോയ സാഹചര്യവും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ എല്ലാം നന്മയാക്കി മാറ്റാൻ പറ്റുന്ന ദൈവത്തിന്റെ അഭിഷേകം വേണ്ടി ദൈവമക്കൾ കൈകൾ അടിച്ചോ, ശബ്ദം ഉയർത്തി ഇന്ന് പാൽക്ക് അങ്ങനത്തെ എന്തോ ഇവിടെ നടക്കാൻ പോകുക. ദൈവം ചില കയ്യിലെടുക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾ ശക്തിയോട് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. ലാസ്റ്റ് രാജാവ് പറയും, ഇതിനേക്കാളും മിടുക്കൻ ഒരുത്തിനെ കിട്ടുമോ? നമ്മുടെ രാജ്യത്തിൽ എങ്ങനെ ഉണ്ടോ ഒന്നോർത്തോണേ. അവിടെ മിടുക്കന്മാർ നിൽക്കുക. അപ്പോഴാണ് എല്ലാം കൊണ്ടും നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുള്ള മനുഷ്യനെ രാജാവ് അക്സെപ്റ്റ് ചെയ്യുക. ലാസ്റ്റ് ജോസഫ് ഒരു വാക്കുണ്ട്, എനിക്ക് ദൈവം ചെയ്താണിത്, ഞാൻ ഇന്ന് യോസഫിന് അപ്പനാണ്. സ്വത്രം. ജോസഫിന് ഞാൻ സോറി ജോസഫ് അല്ല, ജോസഫ് പറയാൻ ഫറവോൻ അപ്പനാന്ന്. ഫറവോന് എന്നെ അപ്പച്ചാന്ന കാണുന്നു. ഞാൻ പറയാതെ ഒരു വിഷയം ഇവിടെ അനങ്ങത്തില്ലെന്ന് ഓർത്തോണെ. ജയിലിനകത്തു നേരെ ഷേവ് പോലും ചെയ്തിട്ടില്ല, അവിടെ വന്നാണ് കുളിപ്പിച്ചെടുത്തത്. അവനെ കണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇവനാണ് യോഗ്യൻ. സ്തോത്രം. മാത്രമല്ല ഇവനാണ് സ്തോത്രം നാളെ രാജ്യത്തെ ഭരിക്കാൻ പോകുന്നത്. അല്ല, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഒതുങ്ങിയ ചിന്താതികളെ പൊളിക്കുന്നൊരു അഭിഷേകം ദൈവം അയക്കുകയാണ്. ഇത് വേണ്ടി ആരെങ്കിലും എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുമെന്ന് ഉറപ്പുള്ളവര് ഒന്ന് വെളിപ്പെടുത്തി സ്തുതിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ. പോരാ 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 എന്തോ ദൈവം പൊളിക്കുന്നു. 2020
നിങ്ങളുടെ ജീവിതത്തിലെ ബാക്ക്ഗ്രൗണ്ടിനെ നന്മയാക്കി മാറ്റാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തല്ല, സൂപ്പർനാച്ചുറൽ ഫേവർ, ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുക. Can you shout a hallelujah? സ്തോത്രം. എലിയാസ് റിസീവ് ചെയ്യുക, ഞാൻ റിസീവ് ചെയ്യുക. സ്തോത്രം, സ്തോത്രം. രാജ്യങ്ങളെ തൊടുവാൻ, രാജാക്കന്മാരെ ഉപദേശിക്കുവാൻ, പട്ടണങ്ങളെ പിടിച്ചെടുക്കുവാൻ. കമോൺ, ഇന്നത്തെ സാഹചര്യം എതിരാണെങ്കിലും അഭിഷേകം അതിനെ മാറ്റാൻ പോകുക. അഭിഷേകം മതിയെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ഒന്ന് വെളിപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ അഭിഷേകം ഉണ്ടേ സകലം നടക്കുമെന്ന്. ഹോ, പ്രൈസ് ഗോഡ്. അനുസന് ആകെ ഉള്ളത് ഈ അഭിഷേകമാ. സ്തോത്രം. അതുണ്ടെങ്കിൽ ബാക്കി എല്ലാം നടക്കും എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം. ഈ 2020 നിങ്ങളുടെ നെഗറ്റീവ് ക്വാളിഫിക്കേഷനെ പോലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുന്ന എന്തോ ഒരു ദൈവം അയക്കാൻ പോകുക. ഇത് ഞാൻ റിസീവ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് വെളിപ്പെടുത്തിക്കാട്ടെ ശക്തിയോട്, ശക്തിയോട്. Come on, somebody shout a hallelujah in the Pastor Dale, you may not understand what I'm speaking over here, but you are the one who spoke to me on the plane. You remember you said, Pastor, it was so strange. He was in the jail and all of a sudden he comes out of jail, Joseph, and the next moment he's appointed as the prime minister. You remember saying that to me? That's what I'm preaching to them. So you're part of this preaching. Come on, hallelujah. I mean, ഒരു യോഗ്യതയില്ലെങ്കിൽ പ്രധാനമന്ത്രിയാക്കി മാറ്റി. എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, അഭിഷേകം കൊണ്ട് അത് നടക്കുമെന്ന്, ഫേവർ കൊണ്ട് അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മാത്രം ആമീൻ പറഞ്ഞാട്ടെ. അവര് മാത്രം ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ എൻ്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം എൻ്റെ മേലുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഇതാണ് യോസഫിന് മേലുള്ള അഭിഷേകം. ഓ, ഇന്ന് പകൽക്കാലം മലയാളികളുടെ ഇടയിൽ ഞാൻ ഈ പ്രസംഗിക്കുകയാണ്. ഇതിനകത്തുനിന്ന് ഞങ്ങളുടെ മലയാളത്തിന്റെ വരെ പരിമിതിയെ പൊളിക്കുന്ന ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോട് ആമീൻ പറഞ്ഞാട്ട്. എന്റെ ദൈവത്തിന്റെ ഒറ്റ ശബ്ദം മതി. ഹല്ലേലൂയ. എല്ലാവരും ശബ്ദം ഉണ്ടാക്കട്ടെ. TV ഓഡിയൻസും ചോദിക്കട്ടെ. ഒരു സാഹചര്യം മൊത്തം എതിരാണ്, എന്നാൽ പോലും എൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകം മതി. ദൈവം തീരുമാനിച്ചാൽ സംഗതി മാറും, രാജ്യത്തിൽ ഉയർച്ചയിലെത്തും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും, മറ്റുള്ള പറഞ്ഞിട്ടല്ല, എൻ്റെ പാസ്റ്റർ എനിക്കിതിനുള്ള കഴിവൊന്നുമില്ല പാസ്റ്ററെ, എന്നാലും ദൈവം പറഞ്ഞാൽ അത് നടക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ അഭിഷേകത്തിൽ നടക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞ. സ്തോത്രം, 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 സ്തോത്രം. ഈ ടെലിവിഷൻ തന്നെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു പുതിയ ടെലിവിഷൻ ചാനലിന് വേണ്ടിയാണ്. ഈ ടെലിവിഷൻ ചാനലിൻ്റെ ഉടമ ഇന്ന് ലോകത്തിൽ എൻ്റെ ചിന്തയിൽ, എൻ്റെ അഭിപ്രായത്തിൽ കേരളക്കാരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവരിൽ ഏറ്റവും കൂടുതൽ വിദേശികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ആളാണ്. ഈ ആഴ്ച ഫ്രാൻസിലാണ്, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പേ എല്ലാം വെള്ളക്കാരുടെ ഇടയിലും വിദേശികളുടെ ഇടയിലുമാണ്. പക്ഷെ അദ്ദേഹം ഈ TV ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം ഇട്ട മെസ്സേജ് എൻ്റെ മെസ്സേജാണ്. എന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇടാൻ കാരണം 2008 പാസ്റ്റർ ടിനു ജോർജിന് അവിടെ വന്ന് അന്ന് പ്രസംഗിക്കുക. പാസ്റ്റർ അന്ന് പ്രസംഗിച്ച വിഷയം ഇതാണ്, എമർജൻസി അനോയിന്റിങ് എന്നൊരു വിഷയം പാസ്റ്റർ പ്രസംഗിച്ചത്. പാസ്റ്റർ ഞാൻ അന്ന് അവിടെ വന്ന് ഡിസപ്പോയിൻറ്റഡായി, ശുശ്രൂഷയിൽ എങ്ങും ഉയരാൻ പറ്റാതെ തകർന്ന് അവിടെ വന്നിരിക്കുമ്പോഴാണ് പാസ്റ്റർ മെസ്സേജ്,
പാസ്റ്റർ കയറിയപ്പം തന്നെ പറഞ്ഞു, എൻ്റെ മെസ്സേജ് മാറിയിരിക്കുന്നു. വേൾഡ് മാപ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ചില പ്രവാചകന്മാരെ, ചില സുശുഷമാരെ ദൈവം ഇവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. പുള്ളി പറഞ്ഞു, പാസ്റ്ററെ ആ മെസ്സേജ് എന്നെ തിരിച്ച് എടുത്ത് മറിച്ചു. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അന്നൊരു പഴയ സ്തോത്രം, പഴയ ഒരു സ്കൂട്ടറാണ്, ചടാക്ക് സ്കൂട്ടർ. അത് തിരിച്ചു പോകുമ്പോൾ മൊത്തം വാവിട്ട് കരഞ്ഞു. വീട്ടിൽ ചെന്ന് വാവിട്ട് കരഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ അവിടെ മീറ്റിംഗ് പോകുമ്പോൾ ഒരു ബസ് പോലുള്ള സാധനം വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് അവിടെ പേരൊക്കെ എഴുതി. സ്വത്രം ഒറ്റ മെസ്സേജ്. അതുകൊണ്ട് എനിക്ക് ടെലിവിഷൻ മിനിസ്ട്രി വന്നപ്പോൾ ആദ്യം തീരുമാനിച്ച് ഈ മെസ്സേജ് ഇടണം. ഇന്ന് പകൽക്കാലം, ഇന്ന് ഞാൻ പറയുന്നത് ചിലർ ഇത് കഴിഞ്ഞ ശേഷം എന്നോട് പറയും. ആർക്കെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചു പറയുന്നു, ഒരു പരിമിതിയും വെക്കാൻ പറ്റാത്ത നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുകളെ പൊളിച്ച് തിരുത്തി എഴുതുന്ന എന്തോ ഒരു ബ്ലെസ്സിങ് 2020 ദൈവം റിലീസ് ചെയ്യുകയാണ്. എനിക്കത് കിട്ടിയിരിക്കുന്ന ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ശക്തിയോട് രാമീം പറഞ്ഞാട്ടെ. Get ready, get ready, get ready, get ready, get ready, get ready. Hudarama second rabo shantala rabo. Amen. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒന്ന് വായിച്ചാട്ടെ. 22-ാം വാക്യം, 3-ാമത്തെ പോയിന്റിലോട്ട് വേണ്ട. 22-ാം വാക്യം മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒന്ന് വായിച്ചാട്ടെ. 22 അല്ലല്ല 49-22. രണ്ടർത്ഥം ഹീബ്രു ഭാഷയിൽ ഇതിനുണ്ട്. ഒന്ന് അവിടെ ഇപ്പോഴും അറിയത്തില്ല, മാനുസ്ക്രിപ്റ്റിനനുസരിച്ചിരിക്കും. ഒന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ മുന്തിരിവളുടെ പ്രത്യേകത, ഇവൻ്റെ ആ പ്രത്യേകത കഴിഞ്ഞാൽ എവിടെ മതിലുണ്ടോ അതിങ്ങനെ ഇങ്ങനെ അവിടുന്ന് കയറും. ഇവിടെ മതിൽ വെച്ച് കഴിഞ്ഞാൽ ഇവൻ പതുക്കെ ഇവിടുന്ന് പൊങ്ങും, മതിൽ ക്ലൈംബ് ചെയ്യും. ദാവീദ് ഒരു വാക്ക് പറഞ്ഞുണ്ട്, നിന്നാൽ ഞാൻ മതില് ചാടും. ആക്ച്വലി ആ വാക്ക് എബ്രായ ഭാഷയിൽ ഒരിടത്ത് മാത്രമേ യോസഫിനെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിവിടെ യോസഫ് മതിൽ ചാടും, ദാവീദും മതിൽ ചാടും. രണ്ടുപേർക്കേ അതുള്ളൂ വേദപുസ്തകത്തിൽ. ഞാൻ അതിനകത്തോട്ട് നിന്ന് കയറാൻ പോവാ. ടാമി മതിൽ ചാടും. സ്തോത്രം. പക്ഷെ ഇതേ വാക്ക് എബ്രായ ഭാഷയിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഒരു ഡോങ്കിയെ കുറിച്ചുണ്ട് കേട്ടോ, ഒരു കഴുത. അതാണ് ഒരർത്ഥം അവിടെ കൊടുക്കുന്നത്. ഈ കഴുത പെൺകഴുതയാന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് ഒരു നോക്കുമ്പോൾ മതിൽ നിന്ന് ചാടുന്നു. സ്വത്രം സ്വത്രം. ഞാൻ യോസഫിൻ്റെ ജീവിതം നോക്കി, ഇങ്ങനെ എവിടൊക്കെ ഒതുക്കി വെച്ചോ ഇയാൾ ചാടും. എനിക്കറിയത്തില്ല അങ്ങനത്തെ ഇത് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് റിസീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും, പാസ്റ്റർ നിങ്ങൾ ചാടുവെന്ന് ചാടുവെന്ന് യോസഫിന് അനോയിന്റിങ്ങാ. സ്തോത്രം. അപ്പോൾ ഞാൻ കാര്യം പെട്ടു. ഞാൻ ഒരു വർഷം ഒരു വല്ലാത്ത ദർശനം കണ്ടു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ കാണുന്നതറിയോ, ഒരു മതിലില്ല, ഇങ്ങനെ മതിലില്ലാത്ത, ബൗണ്ടറി ലെസ്, എന്നിട്ടൊരു മതിലിനകത്ത് മതിലില്ല. ചേർത്താൽ ഇതിൻ്റെ അർത്ഥം എന്തോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതേ ദിവസം ഒരു വെള്ളക്കാരി എനിക്കൊരു പറഞ്ഞു, പാസ്റ്റർ വിഷൻ. ഞാൻ കണ്ട അതേ വിഷൻ. സ്വത്രം. മതിലില്ലാതെ മതിൽ. എന്നോട് ദൈവം പിന്നെ പറഞ്ഞു, മോനെ നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഒരു പ്രത്യേക പോയിന്റ് വിധിച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന വരെ നിനക്കൊരു മതിലുമില്ല. ഇത് വേണ്ടി ആരെങ്കിലും ഉണ്ട്? ഓർത്ത് നോക്കണേ. യോസഫിന്റെ ജീവിതത്തിൽ നിന്ന് ഓർത്ത് നോക്കിയണേ. മതിലിന് തെളിയിക്കാൻ പോവാ. ബൈബിൾ കൊടുത്തിരിക്കുന്നത് യാക്കോബ് 20 വർഷം ലാബാന്റെ വീട്ടിലായിരുന്നു. ലാബാന്റെ വീട്ടിൽ അനുഗ്രഹമുണ്ട്, പക്ഷെ എന്നാലും ദൈവം പറഞ്ഞ ആ വിളിയിലേക്ക് കയറിയിട്ടില്ല. ചിലരൊക്കെ ലാബാന്റെ വീട് പൊളിക്ക് പുറത്ത് പറയാൻ പോവാ. കുറച്ച് ദിറം കിട്ടുന്നുണ്ട്, ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നിന്നെ വിളിച്ചത് ഒരു രാജ്യമാകാനാണ്. ആർക്കെങ്കിലും മനസ്സിലായി?
ഇതിൻ്റെ അകത്താണെങ്കിൽ അകത്ത് പരിശ്രമം ഇടപെടുന്നുണ്ടെങ്കിൽ റിസീവ് ചെയ്തോണം. ശരിയാ, കുറച്ചൊക്കെ അനുഗ്രഹം ഉണ്ട്, മറ്റുള്ളവർ കിട്ടാത്ത അനുഗ്രഹം കിട്ടുന്നുണ്ട്, വീട്ടുകാരുടെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ ഉയർന്നിട്ടുണ്ട്. ശരിയാ, കറക്റ്റാ. 20 വർഷമായി കളിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇയാൾ ഉയരും. അങ്ങനെ സുഖിച്ചിരിക്കുമ്പോൾ ബൈബിൾ വാക്കുണ്ട്, യോസഫ് ജനിച്ചപ്പോൾ ദൂതൻ പ്രത്യക്ഷം വിടാൻ പറഞ്ഞു. ലാബാൻ ഇന്ന് പുറത്തു വാ. സ്തോത്രം, സ്തോത്രം, പുറത്തു വാ. കാരണം ഇവന്റെ മേൽ ഈ യോസഫ് ജനിക്കുമ്പോൾ പിന്നെ നിനക്ക് അവിടെ ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം കുറച്ചൊക്കെ അനുഗ്രഹം അവിടെയും ഇവിടെയും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്താത്ത, ദൈവത്തിൻ്റെ ആ വിളിയുടെ അതിലെ കയറാത്ത ആരാണ്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് പകൽ യോസഫ് വരുമ്പോൾ മതിൽ ചാടും. കമോൺ, ഞാൻ കാര്യം വിളിച്ചു പറയട്ടെ. ഡു യു വാണ്ട് ടു റിസീവ് ഇറ്റ്? കമോൺ, ഡു യു പിടിച്ചെടുത്തോണം. ഇതിപ്പം കിട്ടിയൊരു ദൂത. സ്വതന്ത്രം. ലാബാന്റെ വീട്ടിൽ എത്ര അനുഗ്രഹം കിട്ടിയാലും എനിക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കുടുംബം അതിൻ്റെ അപ്പുറം ഇല്ല. പക്ഷേ നിന്റെ വിളിയിലേക്ക് എത്തുമ്പോൾ നീ രാജ്യങ്ങൾ കൊടുക്കും, നിന്റെ കുടുംബക്കാർ കൊടുക്കും. ഇന്ന് പകൽക്കാലം ലാബാന്റെ വീട്ടിലെ ബ്ലെസ്സിങ് മാത്രം പോരാ, ദൈവം എന്നെ വിളിച്ച ഫ്രൂട്ട്ഫുൾനെസ് എനിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മതിൽ ചാടാൻ പോകുകയാണ്. ദൈവമക്കൾ മാത്രം കൈ. ഐ റിസീവ് ഇറ്റ്, ഐ റിസീവ് ഇറ്റ്. വിശ്വസിക്കുന്നവരൊന്ന് ഉറക്കെ ഒരു ആമീൻ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും ഇരിപ്പുണ്ട് ചെയ്തവര്. സ്വത്രം, ദൈവം അവരെ മാനിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കാനഡ വരെ സപ്പോർട്ട് ചെയ്യും പാസ്റ്ററെ. ശബ്ദം കണ്ട കാര്യത്തോട് വരുമ്പോൾ ലാബാന്റെ വീട്ടിൽ ഇച്ചിരിക്ക് എന്താണ് ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഒരാടും കൂടെ കിട്ടിയാൽ അത് കഴിഞ്ഞ് നാട്ടിൽ പോകാൻ റിട്ടയർ ആകാൻ റെഡി ആയിരിക്കുക. സ്വത്രം, സ്വത്രം, അത്രേ ഉള്ളൂ. ദർശനം കഴിഞ്ഞു. യോസഫിൻ അങ്ങനെയാണെങ്കിൽ അവിടെ കിടന്നു. കാരണം ഈ അനോയിന്റിങ് കിട്ടി കഴിഞ്ഞാൽ ഒരു മതിൽ നിൽക്കത്തില്ല. കമോൺ, ഇന്ന് പല ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നറിയോ, ചിലരുടെ മതില്. ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഞങ്ങൾ ടാമിയെ ബ്ലെസ് ചെയ്യും, ഞങ്ങൾ രാജ്യങ്ങളെ ബ്ലെസ് ചെയ്യും എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി. സ്വത്രം. ഇനി അങ്ങേരെ കൊണ്ട് വീട്ടിലിട്ടു. വീട്ടിൽ അപ്പൻ നല്ല ഉടുപ്പൊക്കെ കൊടുത്തിരിക്കുക. ഇവൻ ചാടും, ഇവൻ ചാടുമെന്ന് അല്ല ദൈവം ചാടിപ്പിക്കും. അപ്പൻ്റെ പുന്നാര മോനായിട്ട് നടക്കുക. സ്വത്രം. കഴിഞ്ഞ എനിക്ക് ഞാൻ സാറിന് വാട്സപ്പിൽ ഫോർവേഡ് മെസ്സേജുകളൊന്നും നോക്കാറില്ല. പക്ഷെ ഒരാൾ മെസ്സേജ് അയച്ചു, അവൻ കത്തി 10 പേർക്ക് ചോറ് കൊണ്ട് അല്ലെങ്കിൽ ആഹാരം വിളമ്പാൻ പോയവൻ. സ്വത്രം, 10 പേർക്ക്. പിന്നത്തേതിൽ രാജ്യങ്ങൾക്ക് വിളമ്പുന്നവനായി. എത്ര പേർക്ക് മനസ്സിലാണ്? ഇന്ന് നിങ്ങളുടെ ഞാൻ കഴിഞ്ഞ ദൈവം എന്നോട് എൻ്റെ ചർച്ചിൽ എന്നോട് ദൈവം പറഞ്ഞാണ്, നമ്മൾ ആപ്പിൾ വേണോ അതോ സീഡ് വേണോ? ഒരു വിശന്നിരിക്കുക നിങ്ങൾ. സ്വത്രം, നിങ്ങളുടെ കയ്യിൽ ഞാൻ 2 കാര്യം കൊണ്ടുവരും, ആപ്പിള്, സീഡ്. ഞാൻ തുറന്നു പറയട്ടെ, ക്ഷമിക്കണം, ഞാൻ രാജ്യങ്ങളിൽ സൂക്ഷിക്കുന്ന ആള്. മലയാളികൾ ആപ്പിൾ എടുക്കും. കറക്റ്റ് അന്നത്തേക്ക് വേണ്ടിയ എനിക്ക് വേണ്ടി കിട്ടേണ്ടിയെന്ന് മിക്കവാറും വെള്ളക്കാർ ആഫ്രിക്കൻസും സീഡ് എടുക്കും. അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ളവരുണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ ഇന്ന് ആപ്പിളും കൊണ്ടുവന്നിട്ടുണ്ട്, സീഡും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാപ്പിളിൻ്റെ അകത്തുള്ള സീഡാണെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം ചിലവാന ആപ്പിളുകളായി മാറി, അതിൻ്റെ ഓർച്ചിഡായി മാറി, ബിസിനസ്സായി മാറി. നിങ്ങൾ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരൊറ്റ ആപ്പിൾ സീഡ് മതി. സീഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം വിശപ്പടക്കണം. അതുകൊണ്ട് ആദാമും യേശു നമ്മൾ വ്യത്യാസം. ആദാം ആപ്പിൾ കണ്ടപ്പം ഭാര്യയുടെ കുഴപ്പമില്ലേ, അവൾ തനി മലയാളിയാണ്, അപ്പം പറിച്ചെടുത്തു. ഇന്നത്തെ ആവശ്യം അച്ഛൻ കുറച്ചൊക്കെ സുബോധം വേണം. നമ്മൾ ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ ഇന്നത്തെ കാര്യം എന്ത് പറഞ്ഞ് മിനിസ്ട്രി കൊടുക്കണം. അതൊക്കെ അവൾ ആപ്പിൾ എടുത്തു. യേശുവിനടുത്ത് പിശാച് എന്ന് പറയാം, നിനക്ക് എടുത്തോ, ഇപ്പം ബ്രെഡ് ഉണ്ടാക്കാം. യേശു പറഞ്ഞു വേണ്ട, ഇപ്പോഴത്തെ ബ്രെഡ് വേണ്ടാന്ന്. കാരണം സീഡിൽ പ്രവർത്തിക്കുന്നവനാ. സ്വത്രം. പക്ഷെ എന്നെ ദൈവം ഒരു വാക്ക്, നീ സീഡ് എടുത്താൽ നീ പോലും അറിയാതെ ആപ്പിളും ദൈവം തരും.
ഇന്നത്തെ തരും, സീഡും തരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മേലെ സീഡ് വേണമെങ്കിൽ എടുത്തോ, സീഡ് വേണം എടുത്തോ. വർഷങ്ങൾ കഴിഞ്ഞാലും ബൗണ്ടറികളെ പൊളിക്കുന്ന എന്തോ ഒരു അനോയിന്റിങ് നിങ്ങളുടെ മേൽ ദൈവം അയക്കാൻ പോകുക. എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് ശക്തിയോട് രാമ്യം പറഞ്ഞാട്ടെ. അപ്പോൾ ഓർത്താണ്, വീട്ടിൽ നിന്ന് ദൈവം പുറത്താക്കി. നല്ല സാഹചര്യമാണ്, കൊച്ചുചെറുക്കന് നല്ല സ്വപ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്താ പറഞ്ഞേ, മോനെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാം, ഗെറ്റ് റെഡി. അപ്പം ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ എന്നാലും ആ ബൗണ്ടറിക്കകത്താ ഒളിച്ചു. ലാസ്റ്റ് കൊണ്ട് പൊട്ടക്കിണറ്റി ഇട്ടു. അവിടുന്ന് ഇവൻ, കാരണം ഓർത്തോണേ, യൂദയോ റൂബൻ കൊല്ലാനിരിക്കുമ്പോൾ യൂദ ഇടപെട്ടിരിക്കുക. സ്വത്രം അവിടെ വെച്ച് തീർക്കാനിരിക്കുക. പക്ഷെ എന്നാൽ ഇവന് വലിയ അഭിഷേകം കിടക്കുന്നോർത്തോളം പുറത്തു വരും. അതുകൊണ്ട് പോത്തിഫറിന്റെ വീട്ടിൽ അവിടെ ഉയർന്നു. ഓർത്തോണേ, നിന്റെ മേൽ വിളിച്ചിരിക്കുന്ന വിളിയിലെത്തുന്നവരെ ഒരു ബൗണ്ടറിയും പറ്റത്തില്ല. 2019 വരെ യു ഹാവ് ബീൻ ബ്ലെസ്ഡ്, ബട്ട് ദാറ്റ്സ് നോട്ട് യുവർ കോൾ. ആ കോളിൽ എത്തുന്ന വരെ പൊട്ടിയേ പറ്റി. പാസ്റ്റർ മോനി, നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ അപ്പുറം നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല വിളി. ഞാൻ കാണുന്ന പഴയ ദൈവദാസന്മാർ ദൈവം ഉപയോഗിച്ചൊരു അനോയിന്റിങ് നിങ്ങളുടെ മേലേക്ക് വരുന്നു. സ്തോത്രം. അത് ഭയങ്കര പവറിന്റെ അനോയിന്റിങ്. അത് വരണമെങ്കിൽ ഇന്ന് പലർക്കും ചില ബൗണ്ടറികൾ പൊട്ടിയാൽ മതി. ഇത് വേണ്ട ദൈവമക്കൾ. ഈ സീഡ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി 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 ശക്തിയോടെ 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 സീഡ് എടുക്കും. ഓർത്തു വെക്കേ, ഓ ജീസസ്, ഓർത്തു വെക്കേ, യോസഫ് നിങ്ങളുടെ ബ്രദേഴ്സിന് ആർക്കും കിട്ടാത്ത പദവിയല്ലേ, കൂടെയുള്ള സ്ലേവ്സിന് കിട്ടാത്ത പദവിയല്ലേ. പോത്തിഫർ എന്ന് പറഞ്ഞ മെയിൻ ആളിന്റെ വീടിന്റെ പോത്തിഫർ കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും ഉയർന്നവൻ. അവിടെ വേണേ വരയ്ക്കാമായിരുന്നു. ദൈവനോട് വാക്ക് പറഞ്ഞു, ഇന്നൊരു തീരുമാനം എടുത്തിട്ട് പോകണം. ഒന്നെങ്കിൽ ഇവിടെ വരയ്ക്കാം, അല്ല ഇതൊന്ന് പൊട്ടിച്ചു പുറത്തു. എന്റെ മേൽ വ്യാപരിക്കുന്ന മതിൽ ക്രോസ് ചെയ്യുന്ന, മതിലിന് കവർ ചെയ്യുന്ന, മതിലിന് ഇറങ്ങി വരുന്ന അനോയിന്റിങ് ആണ് ദൈവ മക്കൾ മാത്രം ഒന്ന് ശക്തിയോടൊരു സ്തോത്രം പറഞ്ഞ് ദൈവം. ഒന്നോർത്തൊക്കെ ജയിലിൽ കൊണ്ടുപോയി. ജയിലിൽ കുറവായിരുന്നു, ജയിൽ സൂപ്രിറ്റൻഡന്റായി ഉയർന്നു. ജയിലിന് മൊത്തം ഉത്തരവാദി. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. എന്ത് വേണം? ലാസ്റ്റ് കൊണ്ടുപോയി പ്രധാനമന്ത്രിയാവുന്നു. പക്ഷെ ഇവന്റെ പ്രത്യേകത, ദൈവം വാക്ക് പറഞ്ഞു, ഇവന്റെ പ്രത്യേകത ഇവനെ മേൽ വ്യാപരിക്കുന്ന അനോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന. ലാസ്റ്റിൽ ഇവന് വാക്ക് പറഞ്ഞു, എൻ്റെ അസ്ഥി പോലും 300-400 വർഷമായി ഇവനിൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ പ്രത്യേകത, ഇവന്റെ അസ്ഥി പോലും ബോക്സിനകത്ത് കിടക്കത്തില്ല, ബോൺ വരെ ചാടും. കമോൺ, സ്വത്രം സ്വത്രം സ്വത്രം. 400 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമക്കൾ ഓർത്തൊക്കെ അസ്ഥി ആര് കയറി? 300 വർഷം കഴിഞ്ഞു. ശിവന്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകം ഒരു സ്ഥലത്ത് ബൗണ്ടറി വെക്കുന്നല്ല. ഇവന്റെ അസ്ഥി വരെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. 300-400 വർഷം കഴിഞ്ഞാൽ അസ്ഥിയും പുറത്തു വന്നു. ഞങ്ങളും പോവാ പ്രോമിസ് ലാൻഡിലേക്ക്. സ്വത്രം. ഇന്ന് പകൽക്കാലം ദൈവം പറയുകയാണ്, ഈ അഭിഷേകം വേണ്ടിയവർ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നിട്ടുണ്ട്, സുഷ തന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് വൽക്കം ബൗണ്ടറി പൊട്ടിക്കുന്ന ഒരു അഭിഷേകം വേണ്ട ദൈവമക്കൾ ഒന്ന് വെളിപ്പെടുത്തിയോ ശബ്ദം ഉയർത്തിയോ ദൈവത്തെ സ്തുതിച്ചാൽ. സ്തോത്രം. ഹല്ലേലൂയ. ഓ കം ഓൺ, somebody receive it. ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ ഇടയിൽ സാധാരണ ചെയ്യും, നമ്മൾ ഈ കയ്യടിയിൽ അങ്ങ് ഒതുക്കും. പെന്തിക്കോസ്തുകാരുടെ ഒരു കള്ളത്തരം അത്. കാരണം കയ്യടിക്കുമ്പോൾ ഒന്നും പറയണ്ടല്ലോ.
കയ്യടിക്ക് ഒരു വാക്യം ഉണ്ടെങ്കിൽ പറയുന്നതിന് 3 വാക്യമുണ്ട് വേദപുസ്തകത്തിൽ. കമോൺ, യഹോവ നല്ലൊന്ന് പ്രഖ്യാപിക്കണം. അവിടെ ദാവീദൊക്കെ പറഞ്ഞ്, നമ്മൾ ദാവീദിന്റെ സങ്കീർത്തനം വായിക്കും വീട്ടിൽ ചെന്ന് എല്ലാവരും ഉറങ്ങാറാകുമ്പോൾ. എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? അവൻ എൻ്റെ ഗോപുരമാണ്, കോട്ടയാണ്, തലയാണ്, എൻ്റെ ബെൽറ്റാണ്. സ്വതന്ത്രം. പക്ഷെ നമ്മളാണെങ്കിൽ ഒന്നും പറയത്തില്ല, കാരണം പറഞ്ഞ മോശമല്ലേ. ഇതിലങ്ങ് ഒതുക്കും. ഇനി കൈയടിക്കരുത്, ഒറ്റയാൾ കൈയടിക്കരുത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്തേക്ക് സീഡ് അയക്കാൻ. ആ സീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഏറ്റെടുത്തിട്ട് അതിനോട് ആമീൻ പറഞ്ഞാൽ തലമുറകൾ കഴിഞ്ഞാലും നിങ്ങളുടെ അസ്ഥികളകത്ത് വരെ ഇത് വ്യാപരിക്കാൻ പോകുകയാണ്. സോ ആർ യു റെഡി ടുഡേ? നിങ്ങളെ എവിടെ കൊണ്ടിട്ടാലും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം ഇപ്പോൾ ഇതാ ഇവിടെ വ്യാപരിക്കുന്നു. 2020 അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കയ്യടി അല്ലാതെ എന്തെങ്കിലും ചെയ്താട്ടെ. ജീസസ് ആമീൻ പറയണം. അതേ വാക്ക് ഏറ്റു പറയണം. കൺഫെഷൻ ചെയ്യേണ്ടിയവർ ഇപ്പോൾ കൺഫസ് ചെയ്യണം. കർത്താവേ, ഞാൻ അത് ഏറ്റെടുക്കുന്നു, എൻ്റെ കുടുംബത്തിന് ഏറ്റെടുക്കുന്നു എന്ന് ധൈര്യമായിട്ട് പറ. അവിടെ കൊണ്ടും തീരുന്നില്ലെങ്കിൽ ഒരാൾക്കും കൈ കൊടുത്തു പറ, എന്തെങ്കിലും ചെയ്താട്ട്. കാരണം ഈ അഭിഷേകം വ്യാപരിക്കാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി തിരിക്കുന്ന എന്തോ സംഭവിക്കുക. ഇതാണ് സീഡ് മൊമെന്റാ. അതിന്റെ വിത്ത് വീണ് കഴിഞ്ഞു. 2020 നിങ്ങളിൽ പലരും മതിൽ ചാടും. You are going to cross the walls. You're going to leap over walls. You're going to cross boundaries in the name of Jesus. Can you shout a hallelujah? Get ready. ഞാൻ പ്രസംഗിക്കുന്നില്ല, എന്നെ മാത്രം നോക്കുക. അത് നിങ്ങൾക്ക് റിസീവ് ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലത്തെ ജീവിതം ഇന്നു മുതൽ എൻ്റെ മേലുള്ള മിനിസ്ട്രി, ടാമിമേലുള്ള വളർച്ച. Come on, hallelujah. ഇന്ന് പകൽക്കാലം ഞാൻ റിസീവ് എന്ന് പറഞ്ഞ മക്കൾ മാത്രം ഒന്ന് വെളിപ്പെടുത്തി രാമീം പറഞ്ഞാട്ടെ. യോസഫിമേൽ അനോയിന്റിങ്, ഈ അഭിഷേകം നിങ്ങളുടെ തലമുറകളിലേക്ക് വ്യാപരിക്കും. ആർ യു റെഡി ഫോർ ഇറ്റ്? ഞാൻ 2 വാക്യം വായിച്ചിട്ട് ഇവിടെ നിർത്താൻ പോകുകയാണ്, സമയമായി. ആവർത്തനം 33:17. ആവർത്തനം 33:17. യോസഫിനെ കുറിച്ച് ഇത് യോസഫിന്റെ പ്രത്യേകത. എല്ലാവരും തലേന്ന് വെച്ചാട്ട് എൻ്റെ മേലുള്ള കാട്ടുകൊമ്പിന്റെ കൊമ്പുകൾ, കാട്ടുപോത്തിന്റെ കൊമ്പുകളാണ്. ഇത് യോസഫിന് അനോയിന്റിങ്. വായിച്ചാട്ടെ. എന്നിട്ട് ശ്രദ്ധിക്കണമേ, ഈ കാട്ടുപോത്തിന്റെ അഭിഷേകം കൊമ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നോണ്ട് എന്തും വന്നോട്ട് എന്ന് പറയുന്നല്ല, പുഷ് ചെയ്തു. ഇന്ന് പകൽക്കാലം ചില വ്യക്തികളുടെ മേൽ ഈ അഭിഷേകത ഒന്ന് റിലീസ് ചെയ്യാൻ പോകുക. എത്ര പ്രതികൂലം ഉണ്ടെങ്കിലും, come on, can somebody say that's a prophecy for me? അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമേലുള്ള പ്രവചനമാണ്. എത്ര ഓപ്പറേഷൻ വന്നാലും ദൈവം പറയാ, നീ ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിന്റെ തലയുടെ മേൽ വെച്ചിരിക്കുന്ന കാട്ടുപോത്തിന്റെ കൊമ്പുകളാണ്. അതുകൊണ്ട് നീ പുഷ് ചെയ്യും. ഈ പകൽക്കാലം ഷാർജ ഈ ചർച്ച നിങ്ങൾ can I say UAE അവിടുന്ന് പുഷ് ചെയ്തു. ഇന്ത്യ
ഇന്ത്യന്നും പുഷ് ചെയ്തു, മറ്റ് രാജ്യങ്ങൾ. അങ്ങനെ ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ മേൽ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഇന്നുള്ള 10 ഏക്കറിനെ 100 ഏക്കറാക്കി മാറ്റുന്ന, ഇന്നുള്ള ചെറിയ സ്ഥലത്തെ വലിയ സ്ഥലമാക്കി മാറ്റുന്ന ഒരു അഭിഷേകമാണ് യോസഫിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നത്. ഈ കൊമ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര പവർഫുൾ ആണെന്ന് ഓർത്തോണേ. ഞാൻ ഒരിക്കലും ഈ കൊമ്പിനെ കുറിച്ച് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ശബ്ദം കേട്ട് ദൂത് വന്നു, കൊമ്പ് വരുവാണ്. ഞാൻ നോക്കുമ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ റുവാണ്ടയിലാണ്. ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ദൈവദാസന്മാരോട് ചേർന്ന് എൻ്റെ അടുത്ത് കാട്ടുപോത്തിന് കൊമ്പ് കൊണ്ട് തരിക. ഞാൻ കാണ്ട കൊണ്ടുപോയിട്ടുണ്ട്. സ്പെഷ്യൽ പ്രൊഫറ്റിക് ദിവസം നടക്കും, ഞങ്ങളുടെ അർച്ച നടക്കുമ്പോൾ ഞാൻ ആ കൊമ്പും പിടിച്ചോണ്ട് വരും. സ്വോത്രം. കാരണം ഇത് പിടിക്കുമ്പം പിശാചിന് മെസ്സേജ് കിട്ടി, എത്ര എന്നെ ഒതുക്കാൻ നോക്കിയാലും. ഞാൻ പറയും, ഞാനിത് ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ അവർ കൊമ്പുകൊണ്ട് വരിക, ഒരു 2 കൊമ്പെന്ന് കൊണ്ടുവന്ന് തരാൻ വേണ്ടി. സ്വോത്രം. അത് ഇട്ടവൻ ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാൽക്കാൻ നിങ്ങളുടെ കുടുംബത്തെ ഒതുക്കാൻ നോക്കിയ, നിങ്ങളുടെ ശുശ്രൂഷ ഒതുക്കാൻ നോക്കിയ എന്തിനെയൊക്കെ നിങ്ങൾ Are you ready? Are you ready? പക്ഷെ എവിടം വരെയാ ടയർഡ് ആകരുത്. ഈ കൊമ്പ് കിട്ടി ടയർഡ് വായിച്ചാട്ടെ. Oh, ye shall push the people together to ends of the earth. അപ്പോൾ നിങ്ങളുടെ ബൗണ്ടറി എന്തുവാ? ആർക്കെങ്കിലും ഈ പ്രോഫസി എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ സഹോദരിമാരോ സഹോദരന്മാരോ വെളിപ്പെടുത്തണം. ഇന്ന് വെളിപ്പെടുത്തണം. ഇത് എനിക്കുള്ളതെന്ന് നിങ്ങൾ 10 പേര് കാണത്തക്ക രീതിയിൽ വെളിപ്പെടുത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ പുഷ് ചെയ്യും, എൻ്റെ കുടുംബം പുഷ് ചെയ്യും. എവിടെ ഞങ്ങളുടെ ലിമിറ്റ് എന്നറിയാമോ? ഭൂമിയുടെ അറ്റത്തോളം. കമോൺ, അത് വിശ്വാസം. ആയിരം പതിനായിരങ്ങളായി. ഡു യു വോണ്ട് ദാറ്റ് അനോയിന്റിംഗ് ഓവർ യു? നിങ്ങളുടെ മേൽ അഭിഷേകം ചാർജിൽ ഒതുങ്ങുന്നല്ല. നിങ്ങളുടെ അഭിഷേകം ഇന്നുള്ളത് ഒതുങ്ങുന്നല്ല. അതിനെ പൊളിച്ചു മാറ്റി ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുന്ന എന്തോ ഒരു അഭിഷേകം ദൈവം ചിലപ്പോൾ റിലീസ് ചെയ്യുക. ഇതെനിക്കുള്ളതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഹൈഫൈ കൊടുക്കുകയോ ശബ്ദം ഉയർത്തുകയോ എന്തെങ്കിലും ചെയ്താട്ടെ. ദിസ് ഈസ് എ ന്യൂ ഡേ ഫോർ യുവർ മിനിസ്ട്രി. Get ready. സഹോദരന്മാരെ ഏറ്റെടുത്തോ, നിങ്ങൾ ചെയ്യും. എഫ്രൈമും മനശ്ശെയുമായി ചെയ്യുമെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്ന സ്തോത്രം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാ. നിർത്തണ്ട. അവർക്ക് പരിമിതിയില്ലെന്ന് ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുന്ന എന്തോ ദൈവം റിലീസ് ചെയ്യുകയാണ്. സമയമായി പുഷ് ചെയ്യാൻ. ഓ പാസ്റ്റർ, നിങ്ങളുടെ ചർച്ചിന്റെ ചരിത്രത്തെ മാറ്റുന്ന, രൂപത്തെ മാറ്റി എന്തോ ദൈവം ഇന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓ, നിങ്ങളുടെ ചർച്ചിനകത്തുനിന്ന് കൊമ്പുള്ളവര് പുഷ് ചെയ്ത് രാജ്യങ്ങളെ വെട്ടിയെടുക്കുന്ന, പട്ടണങ്ങളെ വെട്ടിയെടുക്കുന്ന, അനുഗ്രഹങ്ങളെ വെട്ടിയെടുക്കുന്ന എന്തോ ഒരു അഭിഷേകം ദൈവം അയച്ചുകൊണ്ടിരിക്കുക. Somebody say, I receive it. ഞാൻ എബ്രായ ഭാഷ പഠിക്കുന്ന വ്യക്തിയാണ്. 10,000 എന്നുള്ള ഒറ്റ വാക്ക് റബ എന്ന വാക്കാണ്. അതിന് there is no limit. എബ്രായ ഭാഷയിൽ റബയ്ക്ക് അപ്പുറം ഒരു വാക്കില്ല. അത് 10,000 ആകാം, ബില്യൺ ആകാം, ബില്യൺസ് ഓഫ് ബില്യൺസ് ആകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഇല്ലാത്ത നമ്പർ. അതാണ് 10,000 times 10,000. അതാണ് ദൂതന്മാരുടെ സംഖ്യ. സ്വത്രം. ഇന്ന് പകൽക്കൻ ദൈവം പറയുക, ഒരു ഒന്നുമില്ലാത്ത
ത്യജിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ പോലും കൊടുക്കാൻ പറ്റാത്തവളുടെ അകത്തേക്ക് ദൈവത്തിന്റെ അഭിഷേകത്താൽ ഒരു വിടുതൽ നടന്നപ്പോൾ, can somebody say I receive it? മോനി പാസ്റ്റർ, ഈ ചർച്ചിന് വേണ്ടി സ്റ്റേജിൽ കയറാൻ പറ്റുമോ? നിങ്ങളുടെ സഭയെ പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ സഭയുടെ കുടുംബങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് വെച്ച പരിമിതി ഇല്ലാത്ത, ബൗണ്ടറികളില്ലാത്ത, നമ്പറിലും ബൗണ്ടറി ഇല്ല, സ്ഥലം കൊണ്ടും ബൗണ്ടറി ഇല്ല. Somebody shout hallelujah. Come on. ഞാൻ ഈ സഭയോടൊന്ന് ചോദിക്കുക, ഞാനത് വിശ്വസിക്കുന്നു, പക്ഷെ എൻ്റെ കൂടെ എന്നെ ഒന്ന് ബ്ലെസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? പാസ്റ്റർ, we bless you with that. ഒരു വാക്യോട് വായിച്ച് ഇവിടെ നിർത്തുക. യോശുവ 17:18. പാസ്റ്റർ അവിടെ നിന്നു. നമ്മുടെ മിനിസ്റ്റർ റെപ്രസെന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ മുന്നോട്ട് കയറിക്കോ. യോശുവ 17:18. Pastor Dale, do you want to represent this anointing of Joseph for our church in Edmonton, for our ministries, even for the building that's going to come, all the ministries that we're going to be involved with? The limit is the earth, the ends of the earth. Come on. മല, ഇത് യോസഫിനുള്ള ദൂതാണ്. ശ്രദ്ധിക്കണമേ, ഇവർ നടക്കുമ്പോഴല്ലേ ഈ വാക്ക് വരത്തുള്ളൂ. യോശുവ പറയുകയാണ്, മലനാടുകൾ നിനക്കുള്ളതായിരിക്കും, അത് കാടാകുന്നു എങ്കിലും. ശ്രദ്ധിക്കണമേ, എങ്കിലും. എല്ലാരും ഇന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എങ്കിലും. Come on. നിങ്ങളുടെ മേൽ അനോയിന്റിംഗ് ഇത്. No matter how difficult the circumstances are, you will still, because of the anointing. ഇവിടെ ആരെങ്കിലും സഹോദരമായി ഇരിക്കുന്നവരുണ്ടോ? എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യം എങ്കിലും നിങ്ങളുടെ ഈ മേൽ വ്യാപരിക്കുന്ന അഭിഷേക നിമിത്തം ഇത് നടക്കും. സ്തോത്രം. വായിച്ചോ, വെട്ടി തെളിക്കണം. അതിൻ്റെ ആറുതി പ്രദേശങ്ങൾ നിങ്ങൾക്കുള്ള എന്ന് വെച്ചാൽ ലിമിറ്റ്സ് ഓർത്തോണേ. ആൻഡ് ദി അറ്റ്മോസ്റ്റ് ലിമിറ്റ് ഷാൽ ബി യോസ്. നിങ്ങളുടെ അറ്റ്മോസ്റ്റ് ലിമിറ്റ്, നിങ്ങളുടെ ലിമിറ്റ് ഇവിടെ അല്ല, നിങ്ങളുടെ ലിമിറ്റ് ഈ സഭയല്ല, നിങ്ങളുടെ ലിമിറ്റ് അറ്റ്മോസ്. അങ്ങ് ദൂരെയാണ് നിങ്ങളുടെ ലിമിറ്റ്. അവിടെ എത്തുന്ന വരെ എനിക്ക് ബൗണ്ടറി ഇല്ലെന്ന് വിശ്വാസ ദൈവമക്കൾ മാത്രം കൈകൾ അടിച്ചോ, ശബ്ദം ഉയർത്തി ആമീൻ. Somebody, നിങ്ങളുടെ മിനിസ്ട്രിയുടെ ബൗണ്ടറികൾ പൊട്ടുന്നു. Oh, come on, get ready, get ready, get ready, get ready, get ready. Kudaradana shandaladana prabha. Something is happening. Something is happening. ഞാൻ വിളിച്ചു പറയട്ടെ, ക്ഷമിക്കും. ഞാൻ ഒരു സെഷൻ, ഒരു മീറ്റിംഗ്, ഒരു ദിവസത്തേക്കൊക്കെ ഇന്ത്യയെ വന്ന് സുഷേതിൽ പോകുന്ന വ്യക്തിയാണ്, പോയിട്ടുണ്ട്. അവർ വിളിക്കുന്നത് ഒറ്റ മീറ്റിംഗ് വേണ്ടിയാണ്. ഒറ്റ മീറ്റിംഗ് കൊണ്ട് ആ സഭയുടെ അവസ്ഥ മാറും. പക്ഷെ ഇവിടെ ഞാൻ സ്ഥിരം വരുന്നതുകൊണ്ട് എന്നെ കോമൺ ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. നിങ്ങളുടെ കുടുംബമാണ്, പക്ഷെ വചനത്തെ എടുക്കരുത്. ഇത് ദൈവം തന്ന വചനമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഇന്ന് സാഹചര്യം എത്ര മോശമാണെങ്കിലും ഈ യോസഫിൻ അനോയിന്റിംഗ് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയും ദൈവമക്കൾ. അടുത്തൊരു 2-3 മിനിറ്റ് മാത്രം നിൽക്കുകയോ നടക്കുകയോ എന്തെങ്കിലും ചെയ്ത് ക്രിയേറ്റ് എ പ്രൊഫറ്റിക് ആക്ട്, ഒരു പ്രവചനത്തിന് ആക്ട് ഉണ്ടാക്കുക. ഷകലദര ഹൽബ. നിങ്ങളൊന്ന് ബ്ലെസ്ഡാ, നിങ്ങൾ ബ്ലെസ്ഡാ, നിങ്ങളെ ദൈവം ഉയർത്തി. പക്ഷെ അത് പോരാ. നിങ്ങളുടെ ബൗണ്ടറി എത്തുന്ന വരെ നടക്കണമെങ്കിൽ നടന്നാട്ടെ. സഹോദരിമാരാണെങ്കിലും ശ്രദ്ധിക്കണമേ, 2 ചുവടെ ഉള്ളെങ്കിലും ചെയ്തോ. കാരണം അതിലായിരിക്കും നിങ്ങളുടെ ഭാവി. നിങ്ങൾ ഒരു ചുവട് വെക്കുമ്പോൾ സ്വർഗം അത് 1000 മാറ്റി. നിങ്ങൾ ഒരു ചുവട് വെക്കുമ്പോൾ ദൈവം അതിനെ കിലോമീറ്ററുകളാക്കി മാറ്റി. നിങ്ങൾ വെക്കുന്ന ചുവട് വിശ്വാസത്തോടായതുകൊണ്ട് ദൈവം അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുക.
Can you speak out in the name of Jesus? In spite of my situation, in spite of my circumstance, എൻ്റെ സാഹചര്യത്തിനെതിരായി, സാഹചര്യം ഇങ്ങനെ ആണെങ്കിൽ പോലും എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ഞാനിത് പുഷ് ചെയ്യാണ്. ശുശ്രൂഷകന്മാർ ചേർന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോ, പ്രഖ്യാപിക്കണമെങ്കിൽ പ്രഖ്യാപിച്ചോ, എന്തെങ്കിലും ചെയ്താട്ടെ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിൽ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. ചിലരെ ദൈവം ഇവിടുന്ന് പരീക്ഷ എഴുതി വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു. നിങ്ങളെ വേറെ രാജ്യത്തിലേക്ക് ദൈവം മാറ്റാൻ പോകുകയാണ്. Thank you, Jesus. Thank you, Holy Spirit of God. ഇന്ന് പകൽക്കാലം ഈ യോസഫിൻ അനോയിന്റിങ് എൻ്റെ മുകളിലേക്കൊന്ന് വീഴട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് മാത്രം 2 കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. Father, in the name of Jesus, മതിൽ ചാടുന്ന, മതിൽ ക്രോസ് ചെയ്യുന്ന, ബൗണ്ടറികൾ ക്രോസ് ചെയ്യുന്ന 2019 ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചു. പക്ഷെ ദൈവത്തിന് ഉദ്ദേശം എൻ്റെ ഉള്ളിൽ നിവർത്തിയാകുന്നവരെ എനിക്ക് ബൗണ്ടറികൾ ഇല്ല എന്ന് വിശ്വസിച്ച മക്കൾ മാത്രം ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാട്ടെ. കർത്താവേ, ഇപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെട്ട യൂട്രസുകൾ ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. ഹീലിംഗ് നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ചിലമേൽ ദൈവ സാന്നിധ്യം ഇത് മീറ്റിംഗ് കഴിഞ്ഞിട്ടും നിലനിൽക്കും. ഇത് വാച്ച് ചെയ്യുന്നവരുടെ മേൽ, കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. സാഹചര്യം എത്ര മോശമാണെങ്കിലും ദൈവത്തിന് അഭിഷേകം അതിൽ ഉയർന്നതാണ്. കർത്താവെ ചെയ്ത് കഴിഞ്ഞു. 2020 ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി, ഇവളുടെ ദൈവമക്കൾക്ക് വേണ്ടി, ഇവളുടെ ശുശ്രൂഷകന് വേണ്ടി, ശുശ്രൂഷമാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ജോസഫിന്റെ ഫ്രൂട്ട്ഫുൾനെസ്സിന്റെ വർഷമാക്കി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്.